ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇന്നസ് റെസിപ്പി. അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള നാടൻ മുട്ടക്കറിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിനുവേണ്ടി 7 മുട്ട നന്നായി പുഴുങ്ങിയ ശേഷം ഒരു സൈഡിൽ ഇതേപോലെ കത്തി വെച്ച് ഇൻറ്റു പോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന്, അതായത് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി, 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള എരിവിനുള്ള മുളക് നെടുകെ കീറി വെച്ചിട്ടുണ്ട്. പച്ചമുളകാണ് ഈ കറിക്ക് സ്വാദ്. സവാള തന്നെ ഈ കറിക്ക് ചേർക്കണം. 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തേങ്ങ മുഴുവനായി ചിരകിയിട്ട് 1 കപ്പ്, അതായത് ഒരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ച് പിഴിഞ്ഞെടുത്ത നല്ല കട്ടിപ്പാലാണിത്. ഇനി റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് പാൻ വെച്ചതിന് ശേഷം വഴറ്റാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും നന്നായിട്ട് ഫ്രൈ ആയി ഒന്ന് നല്ലൊരു ഗ്രീൻ കളറിലേക്ക് വന്നതിന് ശേഷം മുളക് ചേർത്ത് കൊടുക്കാം. മുളകിൻ്റെ ആ പുറംഭാഗത്തെ തൊലിയൊക്കെ ഒന്ന് പൊള്ളി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു മണം വരും ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ. ഇപ്പം അടിപൊളി മണം വരുന്നുണ്ട്. ചെറുതായിട്ട് കളറും ഗോൾഡൻ കളർ ആയിട്ടുമുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. അതുപോലെ സവാള വഴറ്റുമ്പോൾ ഒരു ടിപ്പുണ്ട്, മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് വഴഞ്ഞു വരാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടിയാൽ മതി. നല്ലൊരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് ഇതേപോലെ വന്നാൽ മതി. ഇനി ഞാനങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് പൊടികൾ ചേർക്കുകയാണ്. 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്, അധികം വേണ്ട. ഇനി 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. നല്ല മഞ്ഞക്കറിയാണിത്, അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ് കേട്ടോ അത്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 7 കാർഡമം, അതായത് ഏലക്ക, ഒരു കഷ്ണം പട്ട. ഇത് 2 മണത്തിന് വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് പച്ചമണം മാറണം, അതുവരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. നന്നായിട്ട് പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി വഴറ്റേണ്ട ആവശ്യമില്ല, ഒരു 2 മിനിറ്റ് ഇതേപോലെ അങ്ങ് വഴറ്റി കൊടുത്താൽ മതിയാവും. മൊത്തം ഒന്ന് പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. നമുക്കറിയാം 1 കപ്പ് കട്ടിപ്പാൽ, തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ടിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. നന്നായി ഒന്ന് വെന്ത് കഴിയുമ്പോൾ മുകളിൽ ഇതേപോലെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. ഇതാണ് കറക്റ്റ് പാകം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ 2 മിനിറ്റ് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ തനിയെ ഈ തേങ്ങാപ്പാലിൽ നിന്ന് എണ്ണയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വിട്ട് വന്നിട്ട് നല്ല പോലൊരു യെല്ലോ കളറായിട്ട് മാറും നമ്മുടെ കറി. ഇപ്പോൾ എല്ലാ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു സൈഡിൽ ഇതേപോലെ ഇൻറ്റു പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നെടുകയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ ഒരു അറ്റത്താണ് കട്ട് ചെയ്യണമെങ്കിൽ വിട്ടുപോവില്ല. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിച്ചത്, ഒരു 1/4 ടേബിൾ സ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എരിവും ഉപ്പും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് പഞ്ചസാര, ഒരു നുള്ളു പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്വാദായിരിക്കും. ഓൾറെഡി തേങ്ങാപ്പാലിൻ്റെ മധുരം ഉണ്ടെന്നൊന്ന് ഓർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇതിൽ 6 മുട്ടയായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 1 മുട്ട ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒരു 20 മിനിറ്റെങ്കിലും ഇതേപോലെ അടച്ചു വച്ചേക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അടച്ചു വച്ചേക്കുക. അത് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഇതേപോലെ നല്ല അടിപൊളി യെല്ലോ കളറിൽ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ഒക്കെ കറിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു അടിപൊളി മുട്ടക്കറി തന്നെയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നാളെ 5 മണിക്ക് കാണാം. എൻജോയ് യുവർ ലൈഫ്. ബൈ ബൈ. മുട്ടക്കറി